പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനങ്ങളെല്ലാം തന്നെ ഇന്ത്യ തച്ച് തകർക്കപ്പെട്ടിരിക്കുന്നു. ശ്രീനഗറിൽ നിന്നും അല്പസമയം വന്ന വാർത്ത കൂടി സ്ഥിരീകരിക്കപ്പെടുകയാണ്. അവിടെ ശ്രീനഗറിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഡ്രോൺ ആക്രമണം നടന്നു. വിമാനത്താവളത്തെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ആക്രമണം ഉണ്ടായി. അവിടെ സ്ഫോടനമുണ്ടായി. പക്ഷേ ഇന്ത്യ ഡ്രോണുകൾ വെടിവെച്ചിട്ടിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ഒരു സൈഡിൽ കാണുന്ന പഞ്ചാബിലെ അംബാലയിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളും നമ്മൾ രാജസ്ഥാനിൽ നിന്നുള്ള ദൃശ്യമാണോ പഞ്ചാബിൽ നിന്നുള്ള ദൃശ്യമാണോ? ഇപ്പോൾ രണ്ട് ദൃശ്യങ്ങൾ വരുന്നുണ്ട്. അത് പഞ്ചാബിൽ നേരത്തെ നമ്മൾ കണ്ടത് തിരച്ചിലാണ്. ആ തിരച്ചിലാണ് നേരത്തെ നമ്മൾ ഫിറോസ്പൂരിൽ നമ്മൾ കണ്ട ദൃശ്യങ്ങളാണ്. അവിടെ തിരച്ചിൽ നടക്കുന്നു. ഇപ്പോൾ ശ്രീനഗറിലെ വിമാനത്താവളത്തിൽ അവിടെ വന്ന ഡ്രോൺ വെടിവെച്ച് ഇടുന്നു, അതിനെ തകർക്കുന്നു ഇന്ത്യൻ സൈന്യം എന്നുള്ളതാണ് ഒരു വശത്ത് നമ്മളിപ്പോൾ കാണുന്നത്. അത് ശ്രീനഗർ ലക്ഷ്യമിട്ടുകൊണ്ട്, ശ്രീനഗർ വിമാനത്താവളം ലക്ഷ്യമിട്ടുകൊണ്ട് നടന്ന ഡ്രോണിനെ തകർക്കുന്നു. ഡ്രോൺ ആക്രമണത്തെ ഇന്ത്യ തകർക്കുന്നു. വളരെ ഫലപ്രദമായി അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ശ്രീനഗർ വിമാനത്താവളത്തിന് നേരെ പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടാവുകയാണ്. പക്ഷേ അതിനെ ഇന്ത്യ പൂർണ്ണമായും നിർവീര്യമാക്കുന്നു. ആ ഡ്രോണുകളെ ഇന്ത്യ വെടിവെച്ചിട്ടിരിക്കുകയാണ്. അവിടേക്ക് എത്തിയിട്ടുള്ള ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അർജുൻ പീതാംബരനുണ്ട്. അർജുൻ, ഈ വിമാനത്താവളങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ നടത്തുന്ന പാക് ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വിമാനത്താവളത്തിന് സമീപത്തേക്ക് തൊട്ടടുത്തേക്ക് തന്നെയാണോ ഈ ഡ്രോണുകൾ വന്നെത്തിയത്? എപ്പോഴായിരുന്നു ശരിക്കും ഈ ആക്രമണം ഉണ്ടായത്? എത്രമാത്രം ഡ്രോണുകൾ വന്നിരുന്നു? എങ്ങനെയായിരുന്നു ഇന്ത്യയുടെ പ്രത്യാക്രമണം? അക്ഷയ, പ്രജേഷ്, ഈ ശ്രീനഗർ വിമാനത്താവളത്തിന് സമീപത്തായിരുന്നു ഇത്തരത്തിൽ പാകിസ്ഥാൻ്റെ ഡ്രോണുകൾ വന്നത്. അതായത് ആകാശത്ത് വെച്ച് തന്നെ നമുക്ക് ചെറുക്കാനും അതുപോലെ തന്നെ നിർവീര്യമാക്കാനും സാധിച്ചിട്ടുണ്ട്. കൂടുതൽ അടുത്തേക്ക്, അതായത് നിയർ പ്രോക്സിമിറ്റി എന്ന് പറയുന്ന കാര്യമുണ്ട് ഈ ശ്രീനഗർ വിമാനത്താവളത്തിൻ്റെ കാര്യത്തിലെടുത്താൽ തന്നെ. പല തന്ത്രപ്രധാന മേഖലയെ സംബന്ധിച്ചും നിയർ പ്രോക്സിമിറ്റി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ആ ഒരു ഭാഗത്തേക്ക് അല്ലെങ്കിൽ വളരെ അടുത്തൊന്നും എത്തിയിട്ടില്ല. പക്ഷേ വിമാനത്താവള മേഖല, ആ പ്രദേശം, അവിടേക്കും ഈ ഡ്രോണുകൾ എത്തിയിട്ടുണ്ട്. അതായത് വിമാനത്താവളത്തെയും ലക്ഷ്യമിട്ടുകൊണ്ട് ഡ്രോണുകൾ പാകിസ്ഥാൻ അയക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇന്ന് വൈകിട്ട് 8:30 മുതൽ 9 മണി വരെ നീണ്ടു നിന്ന സമയത്തിനിടയിലാണ് ഈ ഡ്രോണുകളെല്ലാം എത്തിയിരിക്കുന്നത്. ആ സമയത്തൊക്കെ വലിയ രീതിയിലുള്ള ബ്ലാക്ക് ഔട്ടുകൾ ആരംഭിക്കുന്നത് 8:30 ശ്രീനഗറിൽ. പക്ഷേ 8:45, 8:45 ശേഷം 8:50 ഈ ബ്ലാക്ക് ഔട്ടുകൾ ഉണ്ടായ വാർത്തകൾ വരുന്നതും പിന്നീട് ഡ്രോണുകൾ ഉണ്ടായി എന്നുള്ള ഡ്രോണുകൾ വന്നു എന്നുള്ള വാർത്തകൾ വരുന്നത്. കാണുന്നുണ്ട്. ഒന്ന് വിമാനത്താവളത്തിന് സമീപത്ത് നടന്ന ഡ്രോൺ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ, മറ്റൊന്ന് ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ശ്രീനഗറിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. ഇപ്പോഴും ബ്ലാക്ക് ഔട്ട് ആണോ? രാവിലെ വരെ തുടരുമോ? അക്ഷയ, ബ്ലാക്ക് ഔട്ടാണ്. അത് ശ്രീനഗറിൻ്റെ കാര്യം മാത്രമല്ല, ജമ്മു ഉൾപ്പെടെയുള്ള പല മേഖലകളിലും ഇപ്പോൾ ഗുജറാത്തിലെ അതിർത്തി പ്രദേശങ്ങളിൽ ബ്ലാക്ക് ഔട്ടാണെന്നുള്ള കാര്യം ഭൂപേന്ദർ സിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭൂപേന്ദ്ര യാദവ് ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പഞ്ചാബിലും ഇടത്തും ഇപ്പോഴും ഈ ബ്ലാക്ക് ഔട്ട് തന്നെയാണ്. രാജസ്ഥാനിലും ബ്ലാക്ക് ഔട്ട് ഉണ്ട്. ഇതെല്ലാം തന്നെ സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമാണ്. അതായത് ബ്ലാക്ക് ഔട്ട് ഉണ്ടായി, അതിന് പിന്നാലെ തന്നെ ഡ്രോണിൻ്റെ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടാകുന്നു. അത് ഇന്ത്യ ചെറുത്ത് നിൽക്കുന്നു, തിരിച്ചടിക്കുന്നു, നിർവീര്യമാക്കുന്നു. പക്ഷേ ഈ ബ്ലാക്ക് ഔട്ടുകൾ നാളെ പുലർച്ചെ വരെ തുടരാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്കാണ് പ്രതിരോധ മന്ത്രാലയവും അതുപോലെ തന്നെ കേന്ദ്രവും എത്തിയിരിക്കുന്നത്. അത് സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് ഇനിയും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആളുകളുടെ സുരക്ഷ എന്ന് പറയുന്നതാണ് നമ്മളെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രഥമ പരിഗണന. ആളുകൾക്ക് ഒന്നും സംഭവിക്കാതെ കാക്കണം. ഇപ്പോൾ ഒരു ഡ്രോൺ തന്നെ ഫിറോസ്പൂരിൽ ജനവാസ മേഖലയിൽ പതിച്ചിരിക്കുന്നു. അതിൽ 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ ചികിത്സയ്ക്ക് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ഈ പാകിസ്ഥാൻ്റെ പ്രകോപന ശ്രമങ്ങൾ അത് നമ്മുടെ സാധാരണക്കാരെ, ജനങ്ങളെ ബാധിക്കാതെ നോക്കേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ കടമയാണ്. ഇപ്പോൾ അതിർത്തി മേഖലകളിൽ ഷെല്ലിംഗ് ഉണ്ടായ സമയത്ത് ആദ്യം വലിയ നഷ്ടം ഇന്ത്യക്കുണ്ടായി. പിന്നാലെ അവിടുത്തെ ആളുകളെ